ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും ചെമ്പനീർ പൂവിൻ്റെ പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ നമ്മുടെ ചന്ദ്രയാണെങ്കിൽ ശ്രുതിയുടെ അച്ഛൻ മലേഷ്യയിൽ ജയിലിലാണെന്നാണല്ലോ പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ എത്രയും വേഗം അതിന് വേണ്ട കർമ്മങ്ങളും കാര്യങ്ങളൊക്കെ ചെയ്യണം. അത് അമ്പലത്തിൽ പോയി വഴിപാടൊക്കെ ചെയ്തിട്ട് അദ്ദേഹത്തെ എത്രയും വേഗം പുറത്തു കൊണ്ടുവരണമെന്ന് ശ്രുതിയോട് ആവശ്യപ്പെടുകയാണ്. അപ്പോൾ ശ്രുതി പറയുന്നുണ്ട്, അതൊന്റെ ഒന്നും ആവശ്യമില്ല ആൻറ്റി എന്നൊക്കെ പറഞ്ഞു ഒഴിയാൻ നോക്കുന്നുണ്ടെങ്കിലും ചന്ദ്ര ഒരു പൊടിക്ക് സമ്മതിക്കുന്നില്ല. എന്തായാലും നമ്മുടെ രേവതിയോട് കാര്യങ്ങളൊക്കെ പറയാണ്. അപ്പൊ രേവതി പറയുന്നുണ്ട്, അയ്യോ അവിടെയാണെങ്കിൽ ഒരുപാട് അതിൻ്റെതായ വ്രതത്തിലും കാര്യങ്ങളൊക്കെ നടക്കണം, പിന്നെ നിലത്ത് പായ ഇട്ടിട്ട് വേണം കിടക്കാൻ എന്നുള്ള കാര്യങ്ങളൊക്കെ പറയുമ്പോൾ അതൊക്കെ ചെയ്തോളും ശ്രുതി, നീ ഒന്ന് പേടിപ്പിക്കാതിരിക്കുമെന്ന് ചന്ദ്ര രേവതിയോട് പറയുന്നുണ്ട്. എന്തായാലും പെട്ടെന്ന് തന്നെ അമ്പലത്തിലേക്ക് പോകണം, അതിന് വേണ്ടിയിട്ട് സച്ചിയോട് ഇവിടേക്ക് വരാൻ പറയുക, എല്ലാവരും കൂടിയിട്ട് വേണം, വീട്ടിലുള്ള എല്ലാവരും ഒന്നിച്ച് വേണം ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാനായിട്ടെന്ന് പറയുമ്പോഴും നമ്മുടെ രേവതി സച്ചിയെ വിളിച്ച് വിവരം പറയുകയാണ്. അതേ സമയത്താണെങ്കിൽ സച്ചിയുടെ കാറിൽ സഞ്ചരിക്കുന്നത് മറ്റാരുമല്ല, സുധിയുടെ കയ്യിൽ നിന്നും പണം മേടിച്ചു കൊണ്ടുപോയ 50 ലക്ഷം രൂപ തട്ടിക്കൊണ്ടുപോയ ആ നീലിമ എന്ന് പറയുന്ന പെൺകുട്ടിയാണ്. അപ്പോൾ ഇവർക്ക് പരസ്പരം അറിയില്ല സത്യത്തിൽ. അങ്ങനെ നീലിമയെ ഈ ടൗണിലുള്ള ഓരോ കാര്യങ്ങൾക്കും കൊണ്ടുപോകേണ്ടത് നിങ്ങൾ തന്നെയാണ്, എന്നെ കൊണ്ടുപോകേണ്ടത് നിങ്ങളാണ്, എനിക്കിവിടെ അത്ര പരിചയമില്ല, ഞാൻ എന്തായാലും അടുത്ത് തന്നെ പോകും ലണ്ടനിലേക്ക് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് നിൽക്കുകയാണ്, കാനഡയിലേക്ക് ഇട്ടാ. അങ്ങനെ ആ സമയത്ത് നമ്മുടെ ശ്രുതി കാര്യങ്ങളെല്ലാം വേണ്ട എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ചന്ദ്ര സമ്മതിക്കാതെ അങ്ങനെ അവരെല്ലാവരും ഒന്നിച്ച് അമ്പലത്തിലേക്ക് എത്തുകയാണ്. എല്ലാവരും ഉണ്ട്. നമ്മുടെ സച്ചി അമ്പലത്തിലേക്ക് വരാമെന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ വർഷയും ശ്രീകാന്തും സുധിയും രവീന്ദ്രനും ചന്ദ്രയും ശ്രുതിയും എല്ലാവരും രേവതിയും ചേർന്ന് അമ്പലത്തിലേക്ക് എത്തുകയാണ്. അങ്ങനെ അവിടെ എത്തുമ്പോൾ ആദ്യം തന്നെ ചന്ദ്ര നമ്മുടെ ശ്രുതിയെ മാറ്റി നിർത്തിയിട്ട് പറയുന്നുണ്ട്, അതെ വേഗം തന്നെ വെള്ളം പിടിച്ചു വെക്കും, വെള്ളം എടുത്ത് വെക്കാൻ രേവതിയോട് ആവശ്യപ്പെടുകയാണ്. അപ്പൊ കുടത്തിൽ വെള്ളം രേവതി എടുത്ത് വെക്കുന്നുണ്ട്. എന്നിട്ട് സാരിയൊക്കെ ഉടുത്ത് വന്നിട്ട് അവളെ തല വഴി ആ കുടം വെള്ളം ഒഴിക്കുകയാണ്. അപ്പൊ അവൾ അയ്യോ വേണ്ട എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും അത് സമ്മതിക്കാതെ തണുത്ത വെള്ളം അവളുടെ തല വഴി ഒഴിച്ച് അവൾ അങ്ങനെ വിറങ്ങലിച്ച് അങ്ങനെ നിൽക്കുകയാണ്. അങ്ങനെ ഒരു കുന്ന് ഭസ്മം കയ്യിൽ അങ്ങ് പതിപ്പിച്ചിട്ട് നെറ്റിയിൽ അങ്ങ് തൊട്ട് കൊടുക്കുകയാണ്. അവളുടെ മൂക്കിലും കണ്ണിലും വായലൊക്കെ പോകുന്നുണ്ട് ആ ഭസ്മം. അപ്പൊ അതൊന്നും തട്ടിക്കളയാൻ പാടില്ല എന്നും പറഞ്ഞ് ചന്ദ്ര അവളെ പിടിച്ചു വലിച്ചു കൊണ്ടുപോകണം, നന്നായി പ്രാർത്ഥിക്കുക എന്ന് പറയുന്നുണ്ട്. എന്നിട്ട് ഏത്ത ഇടാൻ പറയുകയാണ്. മുന്നിൽ വെച്ചിട്ട് ഏത്ത ഇടാൻ പറയുമ്പോൾ അവള് ഒരു പ്രാവശ്യം ഇടുമ്പോൾ ഒരു പ്രാവശ്യമല്ല 10 പ്രാവശ്യം ഇടാൻ ചന്ദ്ര ആവശ്യപ്പെടുകയാണ്. അങ്ങനെ 10 പ്രാവശ്യം നമ്മുടെ ശ്രുതി ആ ദേവിയുടെ മുന്നിൽ നിന്ന് ഏത്ത ഇടുകയാണ്. അപ്പൊ ഇതൊക്കെ കണ്ട് വർഷയ്ക്ക് വലിയ സന്തോഷമാണ്. വർഷ പറയുന്നുണ്ട്, ഇത് പുതിയ ആചാരങ്ങളാണല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അവൾ ഇതൊന്നും കണ്ടിട്ടില്ല, അവൾക്ക് ഇങ്ങനെ കൂട്ടുകുടുംബം കാര്യങ്ങൾ എങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അവൾ ഇതൊന്നും കാണാത്തത് കൊണ്ട് അവൾ നല്ല ത്രില്ലില് തന്നെയാണ്. അങ്ങനെ അതിനുശേഷം അവളുടെ കൈവെള്ളയിൽ വെച്ചിട്ട് കർപ്പൂരം കത്തിക്കാൻ പറയുകയാണ്. അപ്പൊ ശ്രുതി പറയുന്നുണ്ട്, വേണ്ട ആന്റി എന്റെ കൈ പൊള്ളുമെന്ന് പറയുമ്പോ പൊള്ളൊന്നുമില്ല എന്നും പറഞ്ഞ് കൈ നീട്ടി പിടിച്ചിട്ട് ചന്ദ്ര തന്നെ അവളുടെ കൈവെള്ളയിൽ കർപ്പൂരം വെക്കുകയും കത്തിക്കുകയും എന്നിട്ട് അത് 3 പ്രാവശ്യം ഇങ്ങനെ ചുറ്റിയെടുക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. പെട്ടെന്ന് തന്നെ അവൾ ആ കയ്യിൽ നിന്ന് കർപ്പൂരം താഴെ ഇടുകയാണ്. അപ്പൊ രവീന്ദ്രനൊക്കെ പറയുന്നുണ്ട്, ഇതൊന്നും വേണ്ടടി ചന്ദ്ര എന്ന് പറയുമ്പോൾ നിങ്ങൾ മിണ്ടാതിരുന്ന ഇതിന്റെ കാര്യങ്ങളൊക്കെ ചെയ്താല അദ്ദേഹം നാട്ടിൽ എത്രയും വേഗം ഇങ്ങോട്ട് തിരികെ വിടുകയുള്ളൂ എന്നൊക്കെ പറഞ്ഞ് നിൽക്കാണ്. ഇതേ സമയത്താണെങ്കിൽ സച്ചി അവിടേക്ക് വരുന്നുണ്ട്. അപ്പൊ സച്ചി നീലിമയോട് പറയാണ്, എനിക്ക് ഇവിടെ ഒരു അമ്പലത്തിൽ ഇവിടെ വീട്ടുകാരൊരു പൂജ വഴിപാടൊക്കെ നടത്തുന്നുണ്ട്, ഒന്ന് ഞാൻ തല കാണിച്ചിട്ട് ഇപ്പൊ വരാമെന്ന് പറയുമ്പോൾ ശരി കുഴപ്പമില്ല പോയിട്ട് വായു എന്ന് പറഞ്ഞിട്ട് അവിടെ അമ്പലത്തിന്റെ പടിക്കൽ തന്നെ വണ്ടി ഇട്ടിട്ട് അവൻ നേരെ അവരുടെ അരികിലേക്ക് ചെല്ലുകയാണ്. അപ്പൊ അവിടെയാണെങ്കിൽ ഈ കർപ്പൂരം കത്തിക്കണൊക്കെ കാഴ്ച കാണുമ്പോ സച്ചി ഇങ്ങനെ ആഹാ ഇത് കൊള്ളാലോ എന്നൊക്കെ പറഞ്ഞിങ്ങനെ നിൽക്കാണ്. അങ്ങനെ അതിനുശേഷം അവര് ഇനി എന്തായാലും ശയനപ്രദക്ഷിണം ചെയ്യണം എന്ന് പറയുന്നുണ്ട്. അപ്പൊ ശ്രുതി പറയാണ്, വയ്യ ആന്റി എനിക്ക് വയ്യ എന്ന് പറയുമ്പോ അതൊന്നും പറഞ്ഞാൽ പറ്റില്ല എന്നും പറഞ്ഞിട്ട് ശയനപ്രദക്ഷിണം ചെയ്യിക്കുകയാണ്. അപ്പൊ അവരങ്ങനെ അവളങ്ങനെ ഉരുണ്ടോണ്ടിരിക്കുന്നുണ്ട്. ചന്ദ്ര കൂടെ തന്നെയുണ്ട്. അതുപോലെ തന്നെ രേവതിയോട് സച്ചി പറയാണ്, അതെ എനിക്ക് ഇതൊന്നും കണ്ടു നിൽക്കാൻ നേരുന്നില്ല, ഞാൻ പോവാണ് കേട്ടോ, കുറച്ചു നേരമൊക്കെ അവിടെ അങ്ങനെ പിടിച്ച് നിൽക്കുന്നുണ്ട് നമ്മുടെ സച്ചി. അപ്പോ രവീന്ദ്രനോട് പറയുന്നുണ്ട്, അച്ഛനോട് പറയാണ്, അച്ഛൻ ഞാൻ പോവാണ്, അമ്മയോട് പറഞ്ഞാൽ മതി, എനിക്കിതൊന്നും പറ്റില്ല എന്നും പറഞ്ഞിട്ട് എന്നാ നീ പൊക്കോ എന്നും പറഞ്ഞിരുമ്പോൾ അങ്ങനെ അവൻ അവിടെ നിന്ന് പോവാൻ നിൽക്കുകയാണ്. അതേ സമയത്താണെങ്കിൽ നമ്മുടെ സുധിക്ക് പെട്ടെന്നൊരു ഫോൺ വരുന്നുണ്ട്. സുധിയുടെ കയ്യിലാണെങ്കിൽ താലൊക്കെ ഉണ്ടാവും. ആ താലം ശ്രീകാന്തിന്റെ കയ്യിൽ കൊടുക്കുകയാണ്. ഇത് പിടിച്ചേടാ റേഞ്ചില്ല, ഞാൻ പുറത്തു പോയി സംസാരിച്ചിട്ട് വരാമെന്നും പറഞ്ഞ് പുറത്തേക്ക് പോവുകയാണ്. അപ്പൊ സച്ചി അവിടെ അമ്പലത്തിന്റെ ഉള്ളിലാണുള്ളത്. അപ്പൊ ആ സമയത്താണെങ്കിൽ നീലിമ കാറിൽ നിന്നും സച്ചിയെ കാണാതെയാകുമ്പോൾ കാറിൽ നിന്നും പുറത്തിറങ്ങിയിട്ട് തന്റെ ഫോൺ ഒന്ന് വെറുതെ ഇങ്ങനെ നോക്കിയൊക്കെ ഇങ്ങനെ നിൽക്കുകയാണ് പുറത്ത്.
അതേ സമയത്ത് തന്നെയാണ് സുധി തനിക്ക് വന്ന ഫോൺ കോളുമായിട്ട് പുറത്തേക്ക് വരുന്നത്. എന്നിട്ട് അവൻ അങ്ങനെ പുറത്തിറങ്ങി സംസാരിക്കുന്നുണ്ട്. പെട്ടെന്നാണ് നീലിമ സുധിയെ കാണുന്നത്. അയ്യോ ഇത് സുധിയല്ലേ എന്നും പറഞ്ഞ് വേഗം തന്നെ ഒന്ന് ഒളിച്ചും പാത്തും പതുങ്ങിയും ആ കാറിൽ തന്നെ പതുക്കെ കയറി ഇരിക്കുകയാണ്. അങ്ങനെ സുധിയാണെങ്കിൽ ആ കാറിന്റെ അരികിലേക്ക് വരികയും ഫോൺ തന്റെ ചെവിട്ടിലിരുന്ന് ഇങ്ങനെ സംസാരിച്ച്, കാറിൽ ഇരിക്കുന്നത് ആരാണെന്ന് ശ്രദ്ധിക്കുന്നുമില്ല, അത് ശരിക്കും ക്ലിയർ ആയിട്ട് അവന് കാണുന്നുമില്ല. അവളാണെങ്കിൽ മുഖം മറച്ചങ്ങനെ കൈകൊണ്ട് മുഖം മറച്ച് അവിടെ അങ്ങനെ കിടക്കുകയാണ് ആ കാറിൽ. പെട്ടെന്ന് തന്നെ സച്ചി അവിടേക്ക് എത്തുന്നുണ്ട്. അപ്പൊ സച്ചി പറയണം, മാറി നിൽക്കടാ എന്റെ കാറിൽ ചാരി നിൽക്കാതെ. അപ്പൊ നീ പോവാണോ എന്ന് ചോദിക്കുന്നുണ്ട് സച്ചിയോട്. അപ്പൊ സച്ചി പറയാണ്, പിന്നെ നിന്റെ അമ്മായിച്ചന് ജയിലിൽ നിന്ന് ഇറങ്ങണമെങ്കിൽ നീ പോയി ഉരുളി, എനിക്ക് പണിയുണ്ടെന്നും പറഞ്ഞിട്ട് അവൻ വേഗം കാർ എടുക്കുകയാണ്. അപ്പൊ നീലും ഇങ്ങനെ മറഞ്ഞിങ്ങനെ ഇരിക്കുന്ന കാഴ്ച കാണുമ്പോൾ മേഡം എന്താ, മേഡം ഉറങ്ങാണോ എന്ന് ചോദിക്കുമ്പോൾ ഏയ് ഒന്നുമില്ല, എന്താ എത്ര നേരം വൈകി എന്ന് ചോദിക്കുന്നുണ്ട് നീലിമ. സോറി മേഡം, എന്തായാലും പോവാം, ഇപ്പൊ തന്നെ പോവാം എന്നും പറഞ്ഞ് ആ ശരി എന്നും പറഞ്ഞ് അങ്ങനെ സച്ചി കാറും എടുത്ത് അവിടെ നിന്നും പോവുകയാണ്. അപ്പൊ നീലിമയും സുധിയും തമ്മില് കണ്ടുമുട്ടുന്നില്ല. തന്നെയല്ല സച്ചിയാണ് നമ്മുടെ ഇവന്റെ സുധിയുടെ അനിയൻ എന്ന കാര്യം നീലിമയും മനസ്സിലാക്കുന്നില്ല. അച്ഛന്റെ പണം കൊണ്ടുപോയ പെൺകുട്ടിയാണ് തന്റെ കാറിലിരിക്കുന്നതെന്ന് സച്ചിയും മനസ്സിലാകാതെ അങ്ങനെ ഒരു യാത്ര അവർ പോവുകയാണ്. എന്തായാലും ഇങ്ങനെയൊക്കെ ഒരു ഭാഗമാണ് നാളെ കാണിക്കാൻ പോകുന്നത്. ഈ റിവ്യൂ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ. ബൈ, താങ്ക്